നമ്മളൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. എക്സോറ പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ഓൾറെഡി കഴിഞ്ഞതാണ്. അതിനുശേഷം നടക്കാൻ പോകുന്ന പ്രൊമോഷണൽ പ്രോഗ്രാം, ഏരിയ വൈസ് പ്രൊമോഷൻ പ്രോഗ്രാം, എക്സോറയിലേക്ക് മാക്സിമം ആളുകളെ എത്തിക്കാനും വിന്നേഴ്സ് ആക്കാനും ഈ പ്രോഗ്രാമിന്റെ എല്ലാ ഹൈലൈറ്റ്സുകളും നമ്മൾ പരമാവധി ആളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രീ കൂപ്പണുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും കളക്ട് ചെയ്യാനും ഒരു വലിയ ഒരു മഹാ സംഭവമാക്കി മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രീ ലോഞ്ചിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഭ്രമരം എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കൃത്യമായി ഉപയോഗിച്ച എല്ലാ ആളുകൾക്കും അറിയാം. ഇത്തരം പ്രോഗ്രാമുകളാണ് വലിയൊരു മാറ്റത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് ഇന്നത്തെ ഒരു മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ പുതുതായി ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത, മൈലേജ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത, ഇവന്റ് എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ ഇവന്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത, ഒരു ഇവന്റിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത, ഇവന്റിന്റെ 3 സ്റ്റേജുകളുണ്ട്. ഒന്ന് പ്രീ ഇവന്റ് ആണ്, 2 ഇവന്റ് ആണ്, 3 പോസ്റ്റ് ഇവന്റ് ആണ്. അപ്പോൾ ഒരു ഇവന്റിന്റെ മുന്നേ ഉള്ള ഇവന്റ് ആണ്, ഒരു ഒരുക്കമാണ് പ്രീ ഇവന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ വീട്ടിലെ കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു 3-4 മാസം ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ അതിന് മുന്നേ ഒരു ഒരുക്കമുണ്ട്. നമ്മൾ വീട് കൃത്യമായിട്ട് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അതിന് വേണ്ടായ റൂംസുകൾ, അല്ലെങ്കിൽ ഫ്ലോറുകൾ, അല്ലെങ്കിൽ പെയിന്റുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറി ലൈനുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. കൂടാതെ കുറേ ആളുകളെ നമുക്ക് ക്ഷണിക്കേണ്ടി വരും. അതേപോലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും, ഒരുപക്ഷെ ഫണ്ടോ മറ്റുള്ള സ്വർണ്ണമോ എന്തൊക്കെയാണോ അത് സംഘടിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് ആ കല്യാണം വളരെ മനോഹരമായി മാറുന്നത്. അതേപോലെ ഈവെന്റിനെ ഏറ്റവും മനോഹരമായി മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുക്കങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പാർട്ടിസിപ്പേഷനാണ്, അതേപോലെ അതിൻ്റെ കൃത്യമായ ഫണ്ട് കളക്ഷനാണ്, കൂടാതെ അച്ചീവേഴ്സിനെ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത്തരം കാര്യത്തിൻ്റെ അകത്തേക്ക് ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടാതെ 2-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന ബാലുശ്ശേരി ഗോകുലം മാളിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്ന, ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു പ്രോഗ്രാമിനെ കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം എന്നും കൂടിയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു 15-20 മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ട്രെയിനിങ് പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ബഹുമാന്യനായ WTC ലീഡർ നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട ITC ലീഡേഴ്സും CTC ലീഡേഴ്സും ഒക്കെ നിങ്ങളോട് ആ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എനിവേ പറ്റുകയാണെങ്കിൽ എല്ലാവരും നോട്ട് ബുക്കും പെന്നും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം പറയാൻ പോകുന്നത് ഒരു 9 വർഷത്തെ മൈലേജ് മാർക്കറ്റിലെ എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഡയറക്ട് സെൽ എക്സ്പീരിയൻസ് ഉള്ള 15 കൊല്ലത്തെ എക്സ്പീരിയൻസും ഓൾറെഡി പ്രധാനപ്പെട്ട ഇത് സംസാരിക്കാൻ പോകുന്ന എല്ലാ ലീഡേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞ് അത് നന്നായിരുന്നു എന്ന് തോന്നിയതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ ഒന്ന് എഴുതി വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഞാനത് സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് മൈലേജ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ കൃത്യമായ ഒരു വിശ്വാസം പ്രവർത്തിക്കുന്ന നമ്മൾക്കുണ്ടാവണം. അതേപോലെ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കൃത്യമായി ഉണ്ടാവണം. അതാണ് നമ്മളെ മുന്നിലുള്ള ഏറ്റവും വലിയ. ഇത് നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവുന്നത് ഒന്ന്, നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുമ്പോഴാണ്. അതിനാണ് ഇന്റലക്ച്വൽ ബിലീഫ് എന്ന് പറയാം. കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക. അതായത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഈ മേഖലയിൽ വിജയിച്ച ആളുകൾ എന്ത് പറയുന്നു അത് കൃത്യമായ ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ നിങ്ങൾ ഒരു ട്രെയിനിങ് പോലെ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, ഷോർട്ട് ടേം പീരീഡിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ മേഖലയിൽ വിജയിച്ച ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് മിസ്റ്റേക്കുകൾക്ക് പറ്റിയിട്ടുണ്ടാവും. അവർക്ക് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവും. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഒഴിവാക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് കൃത്യമായി മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ സഹായിക്കും. മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോഴാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുക, മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോഴാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുക, മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോഴാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളിലൂടെ വന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഇല്ലാതെയും നിങ്ങളെ വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരുപക്ഷെ 9 കൊല്ലക്കാലം കൊണ്ടാണ് ഞാൻ ഇന്ന് മേഖലയിൽ എത്തുന്നത്. 9 വർഷക്കാലം കൊണ്ട് ഞാൻ എത്തിയ മേഖലയിൽ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 4 കൊല്ലത്തെ മിസ്റ്റേക്കുകളെങ്കിലും കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 5 കൊല്ലമെങ്കിലും നിങ്ങൾക്ക് നേരത്തെ ഈ ഏർണിങ്സിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇവിടുന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ ആളുകളുടെയും എക്സ്പീരിയൻസ് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് എന്ത് ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോഴും മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴും കൃത്യമായി ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ആദ്യമുള്ള റിക്വസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ബേസ്ഡ് ബിലീഫാണ്. അതായത് ഇന്റലക്ച്വൽ ബിലീഫിനെക്കാട്ടും ഉപരി എന്ന് പറഞ്ഞാൽ അറിവ് ഉണ്ടാക്കി വിശ്വാസം ഉണ്ടാക്കുന്നതിനെക്കാട്ടും 10 ഇരട്ടി ഗുണം ചെയ്യും അനുഭവങ്ങളിലൂടെ പഠിക്കുക. സ്വന്തം അനുഭവത്തിലൂടെ പഠിക്കുന്നവൻ മിടുക്കൻ, മറ്റുള്ള ആളുകളെ അനുഭവത്തിലൂടെ പഠിക്കുന്നവൻ മിടിമിടുക്കൻ എന്ന് നമ്മൾ പറയാറുണ്ട്.
അതുകൊണ്ട് ഒരുപാട് ഡയറക്ട് സെല്ലിങ്ങിൻ്റെ അകത്ത് ഇവന്റുകൾ കണ്ട, അല്ലെങ്കിൽ ഇവന്റിനെ പ്രൊമോട്ട് ചെയ്ത, അല്ലെങ്കിൽ അത് ഇവന്റ് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആളുകളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അതേപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്ന് പല പ്രൊഡക്റ്റിൻ്റെ അകത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇതിനകത്ത് വേണം. അതുകൊണ്ട് നമ്മളെ മുന്നിൽ നമ്മളൊരു വലിയൊരു പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, ഒക്കെ വർദ്ധിക്കും. പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഒരാൾക്കോ 2 ആൾക്കോ 10 ആൾക്കോ 100 ആൾക്കോ പോരാ ആ വിശ്വാസം. അത് ഏറ്റവും ഭംഗിയായ ഒരു പ്രോഗ്രാം ആയിരിക്കും എന്നുള്ള തർക്കമില്ല. കാരണം അതിനകത്ത് പങ്കെടുക്കുന്നതൊക്കെ ഗ്രേറ്റ് ലെജൻഡുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ആളുകൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, എത്ര ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായി കൊടുക്കാൻ പറ്റും, എത്ര ആളുകൾ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും, അവരൊക്കെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് മാക്സിമം ടീമിനെ സെറ്റ് ചെയ്ത്, മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സെറ്റ് ചെയ്ത് അവിടെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. കാരണം വിശ്വാസം ഇരട്ടിച്ചാൽ, സത്യത്തിൽ ഈ പ്രോഗ്രാമിനെ വേറൊരു രീതിയിലും കൂടി വിളിക്കും. എന്താണെന്നറിയോ? ബിലീഫ് ബിൽഡിംഗ് പ്രോഗ്രാം, BBF എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ BBS എന്ന് വിളിക്കും, ബിലീഫ് ബിൽഡിംഗ് സെമിനാർ എന്നൊക്കെയാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഇതൊരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതിനെ മാക്സിമം നന്നായി ഉപയോഗിക്കണം. എക്സോറിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഡോക്യുമെന്റൽ ബിലീഫ്. അതായത് അറിവിനെക്കാട്ടും 10 ഇരട്ടി ഗുണം ചെയ്യും എക്സ്പീരിയൻസ് ബിലീഫ്, അതിനെക്കാട്ടും ഒരു 10 ഇരട്ടി ഗുണം ചെയ്യും ഡോക്യുമെന്റൽ ബിലീഫ്. സത്യത്തിൽ എക്സോറയിൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഡോക്യുമെന്റ് ആണ് കിട്ടാൻ പോകുന്നത്. ഇന്ന് കമ്പനിയുടെ ലെജൻഡുകളെ കാണാൻ വേണ്ടി പോകുന്നു. നിഖിൽ ചന്ദൻ സാറെ കാണാൻ പോകുന്നു, അതേമാതിരി സൽമാത്യു സാറിനെ കാണാൻ വേണ്ടി പോകുന്നു, അതേപോലെ റീജിയണൽ മാനേജർ ബോബി സാറെ കാണാൻ വേണ്ടി പോകുന്നു. 1 crore rupees ഏൺ ചെയ്യുന്ന നമ്മളുടെ മൈലേസ്റ്റ് മാർക്കറ്റിന്റെ ഗ്രേറ്റ് ലെജൻഡ് മുബീൻ മുഹമ്മദ് സാറിനെ കാണാൻ വേണ്ടി പോകുന്നു. അതേപോലെ അനീഷ് സാറ്, അനൂപ് സാർ, ബെല്ലി സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗ്രേറ്റ് ലെജൻഡുകൾ അവിടെ ഡോക്യുമെന്റ് ആണ്, പ്രൂഫാണ്, തെളിയിക്കപ്പെട്ട ആളുകളാണ്, വിജയിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇത്തരം ആളുകളെ കാണുന്നതോടുകൂടി, അവരുടെ പ്രൂഫുകൾ കൃത്യമായി അവർ വാച്ച് ചെയ്യുന്നതോടുകൂടി അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഇത്തരം വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഈസ് എ നെറ്റ്വർക്ക് എന്ന് പറയാനുണ്ട്. എന്ന് പറയാൻ വ്യാപിക്കപ്പെട്ട ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് അസറ്റും കൂടിയാണ്. ഗ്രേറ്റ് അസറ്റാണ് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ബിസിനസ് എന്ന് പറയുന്നത്, വ്യാപിക്കട്ട ബിസിനസ് പറയുന്നത്. അതായത് സ്വർണം പോലെ, കൽക്കരി പോലെ, പെട്രോൾ പോലെ, ഡയമണ്ട് പോലെ, നിങ്ങളെ കയ്യിലുള്ള കാശ് പോലെ, അതിനെക്കാട്ട് എത്രയോ 10 ഇരട്ടി 100 ഇരട്ടി ഗുണം ചെയ്യും വ്യാപിക്കപ്പെട്ട ബിസിനസ്, നെറ്റ്വർക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് അസറ്റും ലയബിലിറ്റിയും ഉണ്ട്. അസറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് എങ്ങനെയാണ് അസറ്റ് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസമുള്ള ഒരു പറ്റം ആളുകൾ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. മനസ്സിലായോ? വിശ്വാസമില്ലാത്ത ആളുകൾ, നെറ്റ്വർക്ക് ഉണ്ടായി എന്ന് പറഞ്ഞ കാര്യമില്ല. എൻ്റെ ടീമിൽ 1000 ആൾക്കാരുണ്ട്, 2000 ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്, അത് ലയബിലിറ്റിയാണ്. കാരണം നമ്മൾ 5 10 കൊല്ലക്കാലം കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു ടീമിൽ വിശ്വാസമില്ലെങ്കിൽ, പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ കാര്യം? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് കൃത്യമായ രീതിയിൽ ഈ ഡോക്യുമെന്റ് കണ്ട് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് വാച്ചേഴ്സും പ്ലെയേഴ്സും ഉണ്ടാവും. വാച്ചേഴ്സ് പറയുന്നത് കാണുന്ന ആൾക്കാർ, പ്ലെയേഴ്സ് പറയുന്നത് കളിക്കുന്ന ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റേജ് ഉപയോഗിക്കണം, ആ ഡയസ് ഉപയോഗിക്കണം. അതിനും കൂടിയുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഈ പ്രോഗ്രാം മാറണം. ഇപ്പോൾ നമുക്ക് ടോപ്പ് 50, അതേമാതിരി ടോപ്പ് 30, ഇതിനൊക്കെ ഓൾറെഡി ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അതിനകത്ത് നിങ്ങളുടെ ടീമിലുള്ള പല ആളുകളുണ്ടാവും. ഇനി അവിടെ നിലനിർത്തണേ തന്നെ ഒരു അധ്വാനമുണ്ട്, മനസ്സിലാവേണ്ടോ? അതിനകത്ത് ഒരു ടോപ്പ് 10 ഉള്ള ആളുകൾക്ക് ടോപ്പിൽ 1 പോകണമെങ്കിൽ ആ ടോപ്പ് 10 നിൽക്കണേ തന്നെ കഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ ടോപ്പ് 1 പോകും. കാരണം എന്താണ്? ഇത് ലിസ്റ്റ് കണ്ട പല ആൾക്കാരും എന്ത് ചെയ്യും? അതിനകത്തേക്ക് കയറി വരാൻ വേണ്ടിയിട്ടും അവരുടെ റാങ്കുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു കഠിനാധ്വാനം ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായൊരു ഡോക്യുമെന്റ് വാങ്ങിയെടുക്കുക, ഒരു പ്രൂഫ് വാങ്ങിയെടുക്കുക. അതിനകത്ത് ടോപ്പ് 50 ടോപ്പ് 1 ടോപ്പ് 2 ടോപ്പ് 3 അല്ലെങ്കിൽ ഒരു മെഡൽ റെക്കഗ്നൈസേഷനോ, ഒരു പൊന്നാട റെക്കഗ്നൈസേഷനോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രധാനപ്പെട്ട പെർഫോമൻസ് ബോണസ് റെക്കഗ്നൈസേഷനോ, ഇതൊക്കെ കൃത്യമായി വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് നമ്മൾ തുടങ്ങണം. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് എക്സോറയ്ക്ക് നിങ്ങൾ പോകേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഉത്തരം മാത്രമേ പറയൂ: ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ, ബ്രാൻഡ് ഉണ്ടാക്കാൻ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എൻ്റെ ടീം എന്ന് പറയുന്ന വ്യക്തി, അത് അടിയുറച്ചുള്ള ഒരു ഭാവിയിലേക്കുള്ള കൃത്യമായ ഒരു അസറ്റാക്കി അത് രൂപവൽക്കരിക്കാൻ. ഇതൊരു ചലഞ്ചാണ്. അതുകൊണ്ട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരോടും പറയാനുള്ളത്, നിങ്ങൾ TC ആയിരിക്കും, ATC ആയിരിക്കും, DTC ആയിരിക്കും, ZTC, STC അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർമാരായിരിക്കും. ഞാൻ പറയുന്നത് മുകളിലുള്ള ആളുകളുടെ ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സ്വന്തം ബിസിനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എത്രമാത്രം ഏണിങ്സ് കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ അത്രമാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ പ്രധാനമായും ഡയറക്ട് സെല്ലിനകത്ത് വേണ്ടതായ ഒരു 4 പോയിന്റുകളെ പറ്റി പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾക്ക് 4 കാര്യങ്ങളെ മൈലേസ്റ്റ് മാർക്കറ്റിംഗിലുള്ളൂ, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിലുള്ളൂ. ഈ 4 പോയിന്റുകൾ കൃത്യമായി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, യു വിൽ ബിക്കം എൻ അച്ചീവർ.
ഒന്ന് ഫൗണ്ടേഷൻ എന്ന് പറയും, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അടിത്തറ എന്ന് പറയും. രണ്ടാമത്തെ എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയും. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യാപനം എന്ന് പറയും. മൂന്നാമത്തത് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാണ്. സത്യത്തിൽ ഈ ബിസിനസിൻ്റെ അകത്ത് എനിക്ക് നല്ലൊരു അടിത്തറ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് അത്യാവശ്യം വ്യാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രയിലൊക്കെ ഇന്ന് ഓൾറെഡി എനിക്ക് നല്ല ടീമുണ്ട്. അതേമാതിരി ഗ്രോത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ ഇന്ന് എക്സ്പാൻഷൻ കഴിഞ്ഞ് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്താണ്, അതിന് മുന്നേ കണ്ണൂരായിരുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ ആന്ധ്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ ഏരിയയിലും കൃത്യമായ ഒരു വളർച്ച ഉറപ്പ് വരുത്താൻ ആവശ്യമായ രീതിയിൽ നല്ലൊരു രീതിയിലുള്ള ആ ഏരിയയിൽ ഒരു ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ എൻ്റെ വളർച്ചയും കൂടി കൂടും. ഇനി സ്റ്റെബിലിറ്റി പറഞ്ഞ സ്ഥിരതയാണ്. ഇന്ന് മന്ത്ലി വൺസിൽ ഒരു തവണയെങ്കിലും എനിക്ക് 2,10,000 ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് റെഗുലറായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ 2,10,000 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8,40,000 ആയി എന്ന് പറഞ്ഞാൽ അങ്ങനെ 12 മാസം കിട്ടുകയാണെങ്കിൽ 1,80,000 രൂപേൻ്റെ പാക്കേജ് ആയിട്ട് മൈ ലിസ്റ്റ് മാർക്കറ്റ് മാറി എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതാണ് എൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീലിംഗ് ആണ് എൻ്റെ സ്റ്റെബിലിറ്റി എന്നുള്ളത് ഞാൻ കാണുന്നത്. യെസ് ഓർ നോ? അപ്പോൾ സത്യത്തിൽ ഈ ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫൗണ്ടേഷനുള്ള ആളുകൾ, ടി സിയിൽ ഫൗണ്ടേഷനുള്ള ആളുകൾക്ക് എന്ത് കിട്ടും? പെർഫോമൻസ് ബോണസ് കിട്ടും. ATCയിൽ ഫൗണ്ടേഷൻ ആളുകൾക്ക് എന്ത് കിട്ടും? പെർഫോമൻസ് ബോണസ് കിട്ടും. അങ്ങനെ നിങ്ങളുടെ എല്ലാ റാങ്കിൻ്റെ അകത്തും നിങ്ങൾ കൃത്യമായ പെർഫോമൻസ് ബോണസ് കൃത്യമായി അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിത്തറയുണ്ട്, നല്ല ഫൗണ്ടേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ലീഡർമാരുടെയും ഫൗണ്ടേഷനകത്ത് പ്രശ്നമല്ലേ? ലോകത്തൊരു നിയമമുണ്ട്. എന്താണ് നിയമം? റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവൂ. റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ആഴ്ച വരുമാനം ഫ്രൂട്ടാണ്, പെർഫോമൻസ് ബോണസ് ഫ്രൂട്ടാണ്, ലോയൽറ്റി ഇൻകം ഫ്രൂട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് TDF ഫ്രൂട്ടാണ്. സോണൽ ടീം കോർഡിനേറ്ററായി കിട്ടുന്ന TDF ഫ്രൂട്ടാണ്. അതിനുശേഷം നാഷണൽ ടീം കോർഡിനേറ്ററായ നമുക്ക് NTC ക്ലബ്ബ് ബോണസ് ഫ്രൂട്ടാണ്. അതേപോലെ നമുക്ക് റാങ്ക് ഇൻകം ഫ്രൂട്ടാണ്. നല്ല റാങ്കുകൾ കയറുന്ന ഫ്രൂട്ടാണ്. നല്ലൊരു കാറ് നിങ്ങൾ കയ്യിലുണ്ടോ? ഫ്രൂട്ടാണ്. നിങ്ങൾ നല്ലൊരു ട്രെയിനറാണോ? ഫ്രൂട്ടാണ്. നല്ലൊരു ടീം നിങ്ങൾക്കുണ്ടോ? ഫ്രൂട്ടാണ്. സത്യത്തിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഫ്രൂട്ടുകളും നിങ്ങളുടെ റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇന്ന് സത്യത്തിൽ പല ആളുകൾക്കും എക്സോറ എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് ഫ്രൂട്ട് കിട്ടും, ചില ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയ റൂട്ട് ഉണ്ടാക്കാൻ കൂടിയുള്ളതാണ് എക്സോറ. അപ്പൊ അത് എന്താണ് എന്ന് കൃത്യമായി ഒരു ധാരണ വേണം. എൻ്റെ ബിസിനസ് ഇന്ന് കൃത്യമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനകത്ത് കൃത്യമായി ഗ്രോത്ത് റേറ്റ് ഇല്ല, എനിക്ക് കൃത്യമായി പെർഫോമൻസ് ബോണസ് അടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ആക്റ്റീവാണല്ലോ. നമുക്ക് ഇപ്പോൾ ടീമിൻ്റെ അകത്ത് വരുന്ന ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഫ്രൂട്ട് കിട്ടാതെ പോകുന്നതിന് പിന്നിൽ എൻ്റെ റൂട്ട് ഇല്ലാത്തതാണ്, എൻ്റെ വിശ്വാസം ഇല്ലാത്ത ഡിസ്ട്രിബ്യൂട്ടർമാരാണ്, അല്ലെങ്കിൽ കൃത്യമായി ബിസിനസ് മനസ്സിലാക്കാത്ത ഡിസ്ട്രിബ്യൂട്ടർമാരാണ്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അവർ എഫേർട്ട് ഇടാത്ത ഡിസ്ട്രിബ്യൂട്ടർമാരാണ്. അതുകൊണ്ട് എൻ്റെ റൂട്ടിലാണ് ഞാൻ പണിയെടുക്കേണ്ടത്, അതുകൊണ്ട് ഈ ഒരു നിയമമുണ്ട് ഈ രാജ്യത്ത്, അല്ലെങ്കിൽ ലോകത്ത് നിയമമുണ്ട്. ഇപ്പോൾ ഏതാ മാസം? ഇത് ജൂലൈ മാസമാണ്. സത്യത്തിൽ കാലവർഷം തുടങ്ങിയപ്പോൾ ജൂൺ മാസമാണ്. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ആഗസ്റ്റ് മാസം വരെ നമ്മുടെ നാട്ടിൽ ഒരു 3-4 മാസം വരെ നമ്മുടെ നാട്ടിൽ നല്ല മഴയുണ്ടാവും. ആ മഴയുണ്ടാകുന്ന കാലത്തൊക്കെ നമ്മുടെ ചക്ക അല്ലെങ്കിൽ മാങ്ങ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ല. സത്യത്തിൽ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വളം ചെയ്യുക, അല്ലേ? തെങ്ങിനും വാഴയ്ക്കും കവുങ്ങിനും അതേപോലെ തന്നെ നമ്മളുടെ പ്ലാവിനും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫ്രൂട്ട് ചെടികൾക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് നമ്മൾ വളമിടുക. അപ്പോൾ സം സീസൺസ് ആർ ഫോർ റൂട്ട്സ്. ചില സീസൺ എന്ന് പറയുന്നത് റൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്, ഫ്രൂട്ടിന് വേണ്ടിയിട്ടുള്ളതല്ല, പഴത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, വേരിന് വേണ്ടിയിട്ടുള്ളതാണ്. സത്യത്തിൽ ഇപ്പോഴത്തെ എക്സോറ എന്ന് പറയുന്നത് ഞാൻ 100% ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ വേരും നന്നാക്കാനുള്ള അവസരമാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് പറയുന്നത്. എൻ്റെ വേരിന് ഏറ്റവും സ്ട്രോങ് ആയി കൊടുക്കാനുള്ള ഒരു വളം കൊടുക്കാനുള്ള, അല്ലെങ്കിൽ കൃത്യമായി ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ പല ഏരിയയിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ പല നിർത്തിപ്പോയ ആളുകളെയും കണക്ട് ചെയ്യാനുള്ള, അതേപോലെ ഇനാക്റ്റീവ് ആളുകളെ കൃത്യമായി യോജിപ്പിക്കാനുള്ള, നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാനുള്ള ഒരു സമയമാണ് എക്സോറ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ആ എക്സോറയ്ക്ക് മുന്നേ നമുക്ക് ഒരുപാട് പ്രീ ഇവന്റുകൾ വെച്ച് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2-ാം തീയതി നടക്കാൻ പോകുന്ന ഗോകുലം മാളിൽ വെച്ച് നടക്കാൻ പോകുന്ന, ഞാൻ പറയുന്നത് അവിടത്തേക്ക് ആൾക്കാർ ഇടിച്ചു കയറണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എക്സോറയിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് ഉണ്ടാക്കണോ, ഇപ്പൊ റൂട്ടിനെ പണി തുടങ്ങണം. എന്ന് പറഞ്ഞാൽ പ്രീ ഇവന്റിൻ്റെ അകത്ത് എവിടെയാണോ നിങ്ങൾക്ക് ഇടപെടേണ്ടത്, ആരൊക്കെയാണോ കണക്ട് ചെയ്യേണ്ടത്, എക്സോറ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ എങ്ങനെയാണോ കൃത്യമായി ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യേണ്ടത്, അതിനകത്ത് ഇടപെടണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഏരിയയിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെയാണ് 5-6 പ്രോഗ്രാമുകൾ പല ഏരിയയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറയുന്നത് റൂട്ട് പണിയെടുക്കാനാ, കൃത്യമായ റൂട്ട് പണിയെടുക്കാനാ, എവിടെയാണോ പോരായ്മ പരിഹരിക്കാനാ. അതുകൊണ്ട് തന്നെ വീട് പെടാൻ തന്നെ കയറി ആളുകളെ വിളിച്ച് കൃത്യമായി കണക്ട് ചെയ്ത് അവിടെ എത്തിക്കേണ്ട ഒരു പണി ചെയ്താൽ എക്സോറ നിങ്ങൾ തൂക്കും.
എക്സോറയിൽ നിങ്ങൾ ഫ്രൂട്ട് പറിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ കാലതാമസമൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത പണി ഇത്രയും കാലം വേസ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ റൂട്ട് കൃത്യമായി വന്നില്ല. ഞാൻ 2 കൊല്ലക്കാലം കൊണ്ടാണ് സാറേ റൂട്ടിന്റെ പണി എടുത്തത്, ഇപ്പോഴും റൂട്ട് എനിക്ക് റെഡി ആയിട്ടില്ല എന്ന് ആരും പരിതപിക്കേണ്ട. പകരം ഈ പ്രോഗ്രാമിനെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനെ കൃത്യമായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് 1 മാസം കൊണ്ട്, അല്ലെ 2 മാസം കൊണ്ട്, അല്ലെ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ്? എക്സോർ എന്ന പ്രോഗ്രാം ഇതിനു വേണ്ടിയും കൂടിയുള്ളതാണ്. അതുകൊണ്ട് മറക്കാതിരിക്കുക. സം സീസൺസ് ആർ ഫോർ റോഡ്സ് നോട്ട് ഫ്രൂട്ട്. ചില സീസണുകൾ റൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്, ഫ്രൂട്ടിന് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ എക്സോറയുടെ പ്രൊമോഷൻ പ്രോഗ്രാം എല്ലാം ഇപ്പൊ റൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്, ഫ്രൂട്ടിന് വേണ്ടിയിട്ടില്ല. ഇതിനെ കൃത്യമായി ഉപയോഗിച്ചാൽ ഫ്രൂട്ട് നമുക്ക് പറിക്കാൻ പറ്റും. ഇതാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്, ടീമിനെ ബിൽഡ് ചെയ്യുന്നവൻ കിങ് ആണ്, ടീമിനെ വർക്ക് ചെയ്യുന്നവൻ കിങ് ആണ്. ടീം ബിൽഡിങ്ങും ടീം വർക്കിങ്ങും ആണ് സത്യത്തിൽ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ക്ലിയർ ആയോ? നല്ല വേരുണ്ടാക്കാൻ വേണ്ടി വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ടീം ബിൽഡിംഗ്, 2 ടീം വർക്കിംഗ്. അപ്പൊ ടീമിനെ ബിൽഡ് ചെയ്യാനും ടീമിനെ വർക്ക് ചെയ്യിപ്പിക്കാനും കൃത്യമായ രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുക്കണം. കൃത്യമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവണം. ഇതിനാണ് നമ്മളുടെ ഈ പ്രൊമോഷൻ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ ടീമിനെയും നിങ്ങൾ പരമാവധി ഗസ്റ്റുകൾ വിളിക്കാം, അല്ലെങ്കിൽ ഐഡിയ അടിച്ച ആളുകളെ വിളിക്കാം, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകളെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ വിളിക്കാം. നിങ്ങൾക്ക് ആരെ വേണേൽ വിളിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ആക്റ്റീവായി നിൽക്കുന്ന, ഇനാക്റ്റീവായി നിൽക്കുന്ന ആളുകളെ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ടർമാരെ വിളിക്കാം. അങ്ങനെ അവിടെ ടീം ബിൽഡിങ്ങും നടക്കണം, ടീം വർക്കിങ്ങും നടക്കണം. ക്ലിയർ ആയോ? എന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായ വേരിലേക്ക് നമ്മൾ പോവുക എന്ന് പറയുന്നത്. നെറ്റ്വർക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അസറ്റ് ഉണ്ടാക്കുന്നത്. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സിൻ്റെ അകത്ത് വലിയ അച്ചീവർ ആകാൻ പറ്റുന്നുള്ള തർക്കമല്ല. അതുകൊണ്ട് ആളുകളുടെ എണ്ണം നമുക്ക് കൂടണം, ഏരിയ വൈസ് ഡെവലപ്മെന്റ് നടക്കണം. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഏരിയയിലേക്ക് ഇത് പോകണം. അതുകൊണ്ട് പല ഏരിയയിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ 4ഓളം ഒരു ഇത്രയും നെറ്റ്വർക്കാണ് നമ്മൾ ഏറ്റവും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒന്നെന്താണ്? റീറ്റെയിലേഴ്സ് നെറ്റ്വർക്ക്. റീറ്റെയിലിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ ഉണ്ടാക്കണം. കാരണം വോളിയം തരുന്ന, കൃത്യമായ രീതിയിൽ പെർഫോമൻസ് ബോണസ് അടുപ്പിക്കാൻ പറ്റുന്ന, കസ്റ്റമർ ക്രിയേഷൻ കൃത്യമായി നടത്താൻ പറ്റുന്ന, ഒരു ഏരിയ പോസിറ്റീവ് ആക്കി എടുക്കുന്ന കൃത്യമായ ആളുകളാണ് ഇവരെല്ലാവരും. സത്യത്തിൽ ഞാൻ പറയാറുണ്ട്, നന്നായി റീറ്റെയിൽ ചെയ്യണം. റീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാക്കയുടെ പണി എടുക്കുക എന്ന് പറയും. കാക്കയുടെ പണി എന്ന് പറഞ്ഞാൽ കാക്ക നമുക്ക് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയാക്കി തരും എന്ന് പറയുന്ന പോലെ നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ആവശ്യമായ കൃത്യമായ ഒരു വേര് നമുക്ക് ഇറക്കി തരുന്നത് റീറ്റെയിലിംഗ് ആണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾ എല്ലാവരും പോസിറ്റീവ് ആവും. ആ പോസിറ്റീവ് ആവുന്ന ഒരു മണ്ണിൽ നിന്ന് നമുക്ക് ആളുകളെ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് റീറ്റെയിലിംഗ് നടക്കണം. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ റൂട്ടില്ലേ, വേരില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ തീരാൻ പോവുകയാണ് ഓഫർ. എത്ര? 10,000 രൂപയ്ക്ക് 500 രൂപയുടെയും 15,000 രൂപയ്ക്ക് 1000 രൂപയുടെ ഓഫർ തീരാൻ പോവുകയാണ്. ഒന്നും നോക്കണ്ട, എൻ്റെ റാങ്ക് നോക്കണ്ട, TC നോക്കണ്ട, ATC നോക്കണ്ട, DTC നോക്കണ്ട, ZTC നോക്കണ്ട, NTC നോക്കണ്ട. ഒരു NTCക്ക് ഇപ്പോൾ റൂട്ടില്ലേ, ഒന്നും നോക്കണ്ട. കൈ തരയ്ക്കുക, ഒരു 15,000 2 3 യൂണിറ്റ് വാങ്ങുക, എന്നിട്ട് മാക്സിമം പ്രൊഡക്റ്റ് വാങ്ങുക, സ്റ്റോക്ക് എടുക്കുക, എന്നിട്ട് റീറ്റെയിലിംഗ് മാക്സിമം നിങ്ങളുടെ ആരൊക്കെയാണോ എക്സോറിൽ പങ്കെടുപ്പിക്കേണ്ട അവരൊക്കെ സോപ്പും പേസ്റ്റും ഹെയർ ഓയിൽ ഷാമ്പു മാറ്റിയിട്ടുള്ള ഒരു പണി കൊണ്ട് തുടങ്ങിയോ. അവരുടെ പ്ലാൻ പറയാ, പ്രൊഡക്റ്റ് കൊടുക്കുക. അങ്ങനെ റീറ്റെയിലേഴ്സിന്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കി തുടങ്ങിക്കോ. റൂട്ടിലുള്ള പണി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേരിലുള്ള പണി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റിക്രൂട്ടേഴ്സ് നെറ്റ്വർക്ക്. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് മാക്സിമം ചെയ്യണം. അത്തരം ആളുകളെ എവിടെയൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ റിക്രൂട്ട്മെന്റ് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം. മാക്സിമം പേഴ്സണൽ സെയിൽസാണ് ഞാൻ പറയുന്നത്, ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. ക്ലിയർ ആയോ? അതായത് നിങ്ങൾ ചെയ്യാത്ത ഒരു പണിയും നിങ്ങളുടെ ടീം ചെയ്യൂല. അതുകൊണ്ട് ഇതിന് റാങ്ക് ഇല്ല, ഇതിന് ലീഡർഷിപ്പ് ഇല്ല. ഇത് ഓരോരുത്തരും ചെയ്യേണ്ട പണിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് റിക്രൂട്ടേഴ്സ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് എന്താണ്? നെറ്റ്വർക്കേഴ്സ് നെറ്റ്വർക്ക്. അത് ചിലപ്പോൾ വലിയ വലിയ ലീഡർമാർ കാര്യമൊക്കെ ഉണ്ടാവുക, നന്നായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ആളുകളുടെ നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ശ്രീധരൻ, ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച അദ്ദേഹം ഒരു CTC ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കാണ് എൻ്റെ നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഞാൻ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി ആ ടീമിനെ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ആളുകൾ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിനെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു പണിയും കൂടി നമ്മൾ ചെയ്യണം. നെറ്റ്വർക്ക്. ഓക്കെ, അതല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിനകത്ത് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പുറത്ത് പരിചയം ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൃത്യമായി പോയി കണ്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട ഒരു പണിയും കൂടി ഇതിൻ്റെ ഭാഗമായി ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലീഡേഴ്സ് നെറ്റ്വർക്ക്. അപ്പോൾ ഞങ്ങളെ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, CTC പോലുള്ള ആളുകളുടെ കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റീൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കാൻ പോകുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അത് കൃത്യമായി ചർച്ച ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് ഒരു ലീഡേഴ്സ് നെറ്റ്വർക്കാണ്. ഇപ്പോൾ ബെല്ലി സാറിന് ഒരു ലീഡേഴ്സിൻ്റെ നെറ്റ്വർക്ക് ഉണ്ട്. ആ ലീഡേഴ്സിൻ്റെ നെറ്റ്വർക്കിലൂടെയാണ് ഇത്തരം പ്രോഗ്രാം അദ്ദേഹം വിജയിപ്പിച്ചെടുക്കുന്നത്. അതേപോലെ നിങ്ങളുടെ TC അബോവ് അല്ലെങ്കിൽ സ്റ്റാർ അബോവ് അല്ലെങ്കിൽ റൂബി അബോവ് ഇതിനൊക്കെ ഒരു മന്ത്ലി മീറ്റിംഗ് വിളിച്ച് അതിൻ്റെയൊക്കെ കൃത്യമായ റിവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തി ഒരു ലീഡേഴ്സിൻ്റെ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കി പിടിക്കുക.
ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കാണ്, അസറ്റാണ് എന്ന രീതിയിലേക്ക് ഒരു ഇടപെടൽ നടത്തണം. ഇതൊക്കെ റൂട്ടിലുള്ള പണിയാണ്. ആ റൂട്ടിലുള്ള പണി എന്തെങ്കിലും പോരായ്മയുണ്ട് അത് കൃത്യമായി പരിഹരിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ടും കൂടി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്, 1 man is equal to 1 industry നമ്മൾ പറയാറുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വ്യവസായിയാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഒരാൾ അവൻ വീട്ടിലിരുന്നോട്ടെ, അവൻ്റെ ഒരു 1 സൈഡ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒരു സൈഡ് കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മറ്റേ സൈഡ് അവൻ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന ലീഡർമാർ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ ഒന്നും പറയരുത്. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീമിലുള്ള ഒരു ഇനാക്റ്റീവായ ആളെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കുമ്പം അവനൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് അവനൊരു സെൽഫ് എൻ്റർപ്രണറായിട്ട് മാറും, സ്വയം സംരംഭകനായിട്ട് മാറും, പിന്നെ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറും. അങ്ങനെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രയിൽ വലിയൊരു ടീമുണ്ട്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ ആയോ? ഞാനൊരു വ്യവസായിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ട്രാക്കിലാണ് ഞാൻ വിശ്വസിക്കുന്നു. അതിന് എനിക്ക് കാരണമായി മൈലിസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതേപോലെ ആരൊക്കെ എന്തൊക്കെയാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ആളുകളെ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഭാവിയിലേക്കുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം പ്രോഗ്രാമിനെ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം. അതിന് ആപ്റ്റായ ആളുകളെ നിങ്ങൾ അവിടെ എത്തിക്കണം. അതിനുള്ളൊരു എഫേർട്ട് ഇടണം. അതായത് ഫുൾ ടൈം കരിയറായി, ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കേണ്ട നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഉറപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ കൂടുതൽ ട്രെയിനിങ് ഒന്നുമില്ല. ഈ പറയുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ ശൈലേഷ് ബാലൻ എന്തായി? ഉപദേശം മാത്രമാണോ ഞാൻ തന്നത്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം മാത്രമാണോ ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ 2015 സെപ്റ്റംബർ മാസം 10-11 ദിവസങ്ങളിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു കൃത്യമായിട്ട് പ്രോഗ്രാം കേൾക്കുന്നത്. ആ പ്രോഗ്രാമിൽ ബെല്ലി സാറും ഞാൻ ഉൾപ്പെടെയുള്ള, അനീഷ് സാർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പോയിരുന്നു. അന്ന് കമ്പനിയുടെ ഗ്രേറ്റ് ലെജൻഡ് രാജേഷ് സാറിനെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സീലിംഗ് അച്ചീവേഴ്സിനെ കണ്ടു. അതിലുണ്ടാവുന്ന ഒരു വിശ്വാസം, എൻ്റെ ഷർട്ട് നോക്കി ഞങ്ങൾക്ക് അറിയാം. അന്ന് 250 രൂപയുടെ ചെട്ടിയാർ ബ്രാൻഡാണ്, റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ ചെട്ടിയാർ ബ്രാൻഡാണ്. ഇന്ന് അലൻസ് വോളിയൂംസ് കളേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്. അന്ന് ടൈയും ഇല്ല, സൂട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു ഒരുക്കവും ഇല്ല. പക്ഷേ പ്രധാനപ്പെട്ട RTC ബോർഡ് ലീഡർമാർ മാത്രം പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു. പക്ഷേ എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. എൻ്റെ അപകർഷാബോധം നീങ്ങി, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായ രീതിയിലെ പറ്റി മനസ്സിലായി. അന്ന് മുതൽ ഞാൻ ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുത്തതാണ്. അതിനുശേഷം ഞാൻ കണ്ട കുറേ പ്രോഗ്രാമുകളുണ്ട്. ഒന്ന്, എനിക്ക് അവിടുന്ന് ഒരു ഇത് കിട്ടി, ഒരു വാട്സപ്പിനകത്ത് ഞാൻ പ്രധാനപ്പെട്ട പ്രോഗ്രാമിനെ പറ്റിയുള്ള കുറേ കളക്ഷൻസ് ഞാൻ അവിടുന്ന് എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അനൂപ് സാർ എനിക്കൊരു അയച്ചു തന്നു. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രോഗ്രാം, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് നടക്കുന്ന പ്രോഗ്രാം. മുബീൻ മുഹമ്മദ് പറയുന്ന ലീഡറെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അന്ന് അദ്ദേഹത്തിന്റെ 40 ലാഖാണ് പെർ മന്ത് ഇൻകം. സ്റ്റേജിന്റെ മുകളിൽ കാറ് കയറുന്നത്, ബെൻസ് കയറുന്നത്, ജാഗ്വർ കാർ അന്ന് സ്റ്റേജിൽ കയറുന്നത്. ഞാൻ സത്യത്തിൽ ജാഗ്വർ എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുക. 1 കോടി രൂപയുടെ ജാഗ്വർ കാറാണ് രാജേഷ് യാദവ് എന്ന് പറയുന്ന ഡൽഹിയിലെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ലീഡർ കാറിലാണ് വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു എക്സൈറ്റഡ് ആയി. സത്യത്തിൽ പിക്ചർ കണ്ടിട്ടുള്ളൂ, പ്രോഗ്രാം കണ്ടിട്ടില്ല. അങ്ങനെ കൃത്യമായി ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാനൊരു ഷീസ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. കാരണം എന്താണ്? നെറ്റ്വർക്ക് ഉണ്ടാവണം, മാക്സിമം ആളുകളിലേക്ക് ഈ സാധനം എത്തിക്കണം. അങ്ങനെ കൃത്യമായി ഇടപെട്ട് കറക്റ്റ് 3ാമത്തെ മാസം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 3ാമത്തെ മാസം ഞാനൊരു DTC എന്ന് പറയുന്ന റാങ്കിലേക്ക് ഞാൻ എത്തിയോടുകൂടി ഞാനൊരു പ്രോഗ്രാം ചെയ്തു. 30 രൂപയാണ് എൻ്റെ എൻട്രി ഫീസ്, വെറും 30 രൂപ. കൊയിലാണ്ടി വെച്ചിട്ടാണ് പ്രോഗ്രാം നടന്നത്. ആ പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സായ ആളുകളെയും പ്രധാനപ്പെട്ട ഗസ്റ്റുകളെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും അവരെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പങ്കെടുപ്പിച്ച് ഒരു കൃത്യമായ രീതിയിലൊരു പ്രോഗ്രാം നടത്തി. സത്യം ഒരു ആഗ്രഹമായിരുന്നു പ്രോഗ്രാം നടത്താൻ. അന്ന് ബെല്ലി സാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്, പിന്നെ ഇത് നടത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്ക് നടത്താൻ പറ്റൂ. അനീഷ് സാർ ചോദിച്ചു നടത്താൻ പറ്റൂ. സത്യത്തിൽ എനിക്ക് പോലും അറിയില്ല അത് നടക്കില്ല. പക്ഷെ എൻ്റെ ഒരു വിശ്വാസമാണ്, ആഗ്രഹമാണ്. ഞാൻ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടു. ഡയറക്ട് സെല്ലിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും കൂടി ഞാൻ കൃത്യമായി അതിനകത്ത് ഉപയോഗിച്ചു. അങ്ങനെ എൻ്റെ അന്നത്തെ ആ പ്രോഗ്രാമോടുകൂടി അന്നത്തെ എൻ്റെ മാസ വരുമാനം 1 ലക്ഷം രൂപയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എൻ്റെ റൂട്ട് സ്ട്രോങ് ആയില്ലേ? ഫൗണ്ടേഷൻ സ്ട്രോങ് ആയില്ലേ? എൻ്റെ ഫ്രൂട്ട് വന്നു തുടങ്ങിയില്ലേ? 1 ലക്ഷം രൂപയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് മോശപ്പെട്ട ഫ്രൂട്ടാണോ? അതിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന പ്രോഗ്രാമിന് വേണ്ടി റൂട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഈ എക്സോറിയോടുകൂടി മാസം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നത് നിങ്ങൾ കാണുക. ഇത് 2016 ശൈലേഷ് ബാലൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2026 നിങ്ങൾക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അന്ന് കമ്പനിയുടെ മീറ്റിംഗ് ഇല്ല, അതേപോലെ PUC സെന്റർ ഇല്ല, പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ മംഗലാപുരത്ത് പോകണം. ക്ലിയർ ആയോ? അതേപോലെ നെഗറ്റീവായ ഒരുപാട് ഫീഡ്ബാക്കുകൾ അന്ന് നമ്മൾ നാട്ടിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് മുൻകാല പാസ്റ്റ് കമ്പനികളൊക്കെ നിർത്തിപ്പോയതിൻ്റെ എല്ലാ നെഗറ്റിവിറ്റിയും കിടക്കുന്നുണ്ട്. അത്രയും നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മൾ ഈ ഒരു ബൂമിംഗ് സ്റ്റേജിലേക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എക്സോറിക്ക് ശേഷം എന്തിവിടെ സംഭവിക്കണം? ക്ലിയർ ആയോ? ഇതൊക്കെ ഡോക്യുമെന്റാ സാറേ, ഇതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അജ്നോമോട്ടോ ചേർത്ത വാക്കുകളല്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് കൃത്യമായി ഇടപെടാൻ പറ്റണം. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫ്യൂച്ചർ കൃത്യമായി ഇടപെടണം. അതേപോലെ ആ പ്രോഗ്രാമിൽ വന്ന ഒരു വ്യക്തിയുണ്ട്. ആ പ്രോഗ്രാം വന്ന വ്യക്തി രാജു വെലത്ത് എന്നാണ് വ്യക്തിയുടെ പേര്.
ആ പ്രോഗ്രാം വന്നോടുകൂടി അദ്ദേഹത്തിന് ഈ ബിസിനസിനെ പറ്റിയും ഞങ്ങളുടെ ടീമിനെ പറ്റിയും ഞങ്ങളുടെ ലീഡർഷിപ്പിനെ പറ്റിയും കൃത്യമായ ധാരണ അദ്ദേഹത്തിന് വന്നു. ഇന്ന് ഏതാണ്ട് ഒരു ഒരു 100 ചില്ലാനം ആളുകൾ, 100-150 ആളുകൾ ഇന്ന് TCA ലീഡർമാർ ഇന്ന് ആന്ധ്രയിലുണ്ട്. അതേപോലെ തന്നെ STCA ലീഡർമാർ ഏതാണ്ട് ഒരു 10-15ഓളം STCA ലീഡർമാരുണ്ട്. RTCA ലീഡർമാർ ഒരു 6-8 STCA ലീഡർമാരുണ്ട്. ഒരു NTCന്റെ ഒരു സീലിംഗ് അച്ചീവർ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമോട് കൂടി ആന്ധ്രയിൽ ഒരു വലിയ ടീം വന്നു. ആ ടീം വരാനുള്ള കാരണം ആന്ധ്രയിലേക്കുള്ള വിത്തായ രാജു വേല എന്ന് പറഞ്ഞ വിത്ത് ആദ്യമായിട്ട് പ്രോഗ്രാം കേൾക്കുന്നത് ഞാൻ നടത്തിയ കൊയിലാണ്ടി വെച്ച് നടത്തിയ പ്രോഗ്രാമിലായിരുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പല ഏരിയയിലേക്കും വലിയൊരു എക്സ്പാൻഷൻ വരാനുള്ള സാഹചര്യം ഈ പ്രോഗ്രാമോട് കൂടി സംഭവിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന പ്രോഗ്രാമിൽ കോഴിക്കോടുകാർ മാത്രം പങ്കെടുത്താൽ മതിയോ? മലപ്പുറക്കാർ വരണ്ടേ? തൃശ്ശൂർക്കാർ വരണ്ടേ? ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷനായി ബന്ധപ്പെട്ട ആൾക്കാർ വരണ്ടേ? കർണാടകയിൽ നിന്ന് വരണ്ടേ? ആന്ധ്രയിൽ നിന്ന് വരണ്ടേ? മഹാരാഷ്ട്രയിൽ നിന്ന് വരണ്ടേ? ഇത്തരം ആളുകൾ വരണ്ടേ? അപ്പൊ ഇന്ന് ഈ എക്സോർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഈ പറയുന്ന ആന്ധ്രയിൽ നിന്ന് മാത്രം ഏതാണ്ട് 300 മുതൽ 400 ആളുകൾ വരെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എക്സോറെ പങ്കെടുക്കുന്നത് ആന്ധ്രയിൽ നിന്ന്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ആന്ധ്രയിലേക്ക് വിത്തിട്ട രാജു വേലത്ത് മാത്രം പങ്കെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ടീം ഉണ്ടായെങ്കിൽ അവിടുന്ന് ഒരു 300-400 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അടുത്ത എക്സ്പാൻഷൻ എന്തായിരിക്കും? ചിന്തിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയി? അതുകൊണ്ട് എൻ്റെ ഒരു ഫ്യൂച്ചർ എത്രമാത്രം സ്ട്രോങ് ആവാൻ വേണ്ടുന്ന പ്രോഗ്രാമാണ് എക്സോറ എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. ഇതേപോലത്തെ ഒരു ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് ഇടപെടേണ്ടത്. ക്ലിയർ? അതേപോലെ ഇന്റർനാഷണൽ കൺവെൻഷനിലേക്ക് പോകാനുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടിയത്, ഒരു റൂട്ട് കിട്ടിയത് ഇത്തരം ഇവന്റുകളാണ്. മലേഷ്യയിൽ, അതേപോലെ മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, പല രാജ്യങ്ങളിൽ പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് പോയി ഇന്റർനാഷണൽ കൺവെൻഷൻ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് ഭ്രമണം എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നു. 2018 പ്രോഗ്രാം. ആ പ്രോഗ്രാമിലാണ് സത്യത്തിൽ ഞാൻ ആവറേജ് എൻ്റെ ഗ്രോത്ത് 30-35 രൂപയാണ് ആവറേജ് വരുമാനം, വീക്കിലി ഇൻകം. അവിടെ നിന്ന് ഏതാണ്ട് 200 മടങ്ങ് വർധനവ് കൂട്ടിയിട്ടാണ് അന്ന് ഞാൻ സീലിംഗ് അച്ചീവറായ സ്റ്റേജിന് മുകളിൽ വന്നത്. അപ്പം നാഷണൽ ടീം കോർഡിനേറ്ററായി, സീലിംഗ് അച്ചീവറായി ഏതാണ്ട് 2000-ലധികം ആളുകളെ എൻ്റെ ടീമിൽ നിന്ന് പങ്കെടുപ്പിച്ച പ്രോഗ്രാമായിട്ട് പ്രോഗ്രാം മാറി. അതോടുകൂടി എനിക്ക് കൃത്യമായ രീതിയിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം റുപ്യ ആവറേജ് വരുമാനമുള്ള ഒരാളായിരുന്നു ഞാൻ, മാസ വരുമാനമുള്ള ആളായിരുന്നു ഞാൻ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രോങ് ആയ റൂട്ട് സ്ട്രോങ് ആയി. എൻ്റെ കൂടെയുള്ള പല ആളുകൾക്കും വേര് വന്നു, അവർക്കും വേര് സ്ട്രോങ് ആയി. അതോടുകൂടി എൻ്റെ എക്സ്പാൻഷൻ തുടങ്ങി, ഗ്രോത്ത് തുടങ്ങി. അതോടുകൂടിയാണ് എൻ്റെ വലിയ ഡെവലപ്മെൻറ്റ് വന്നത്. സീലിംഗ് അച്ചീവറായി, അതേപോലെ തന്നെ കാർ അച്ചീവറായിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ കയറി. ഇതൊക്കെ നിങ്ങളുടെ ടീമിൽ പല ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? അതോടുകൂടിയാണ് എൻ്റെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പറയുന്ന കാറ് ഞാൻ എടുക്കുന്നത് ഈ പറയുന്ന പ്രോഗ്രാമിന് മുന്നെയാണ്. എക്സോറ എന്ന് പറഞ്ഞാൽ ഭ്രമണം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ 21 ദിവസം മുന്നെയാണ് കാർ എടുക്കുന്നത്. കാർ എടുത്തിട്ട് 21ാമത്തെ ദിവസമാണ് ഞാൻ സീലിംഗ് അച്ചീവർ സ്റ്റേജിൻ്റെ മുകളിലുള്ളത്. ഇത് 7 കൊല്ലത്തേക്കായിരുന്നു ഞാൻ കാറിൻ്റെ ലോൺ എടുത്തത്. 10 ലക്ഷം രൂപ ലോൺ എടുത്ത്, ഹുണ്ടായി വർണ്ണയുടെ ലോൺ എടുത്ത് 7 വർഷത്തേക്കായിരുന്നു. പക്ഷേ ഭ്രമരം എന്ന് പറയുന്ന ഒരു ഒറ്റ പ്രോഗ്രാം കൊണ്ട് എൻ്റെ റൂട്ട് സ്ട്രോങ് ആയി, നല്ല വരുമാനം വരാൻ തുടങ്ങി, ഫ്രൂട്ടും വരാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു വർഷവും 1 മാസവും കൊണ്ട് ഞാൻ ആ പൈസ കംപ്ലീറ്റ് അടച്ചു തീർത്തു. ഈ കാറിൻ്റെ ലോൺ അടച്ചു തീർത്തു. ഹലോ, ഇതിനെ സഹായിച്ചത് ഭ്രമരം പ്രോഗ്രാമാണ്. ക്ലിയർ ആയോ? അതേപോലെ ഇന്ന് കടബാധ്യതകളുള്ള, സാമ്പത്തിക ലയബിലിറ്റി ഉള്ള, കൃത്യമായി കാര്യങ്ങളൊന്നും റെഡിയാവാത്ത ആളുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഫുൾ ടൈമറായി പക്ഷേ ഫുൾ ടൈം വരുമാനം വന്നിട്ടില്ല, ചെറിയ ലാഗിങ്ങുള്ള ആളുകളുണ്ടാവും, സാമ്പത്തിക ക്രൈസിസുള്ള ആൾക്കാരുണ്ടാവും, ബിസിനസ് കൃത്യമായി കയറാത്ത ആൾക്കാരുണ്ടാവും. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ലാസ്റ്റ് ബസ്സാണ് എക്സോറ. അതിനെ കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ പ്രോഗ്രാം നടത്തണം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. സത്യത്തിൽ ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് MI ഉത്സവത്തിൻ്റെ ഫൗണ്ടേഷൻ. അതിൻ്റെ റൂട്ട് അതാണ്, അതിൻ്റെ ബേസ് അതാണ്. അതേപോലെ തന്നെ ആയുഷ് 50 എടുത്ത ആളുകളെ നിങ്ങൾ കണ്ടത്, 50,000 പ്രൊഡക്റ്റ് എടുത്ത് ഒരു 100-150 ആളുകൾ സ്റ്റേജിന് മുകളിലുണ്ട്. 150 × 50 എന്ന് പറഞ്ഞാൽ എത്രയും ഒരു പ്രോഗ്രാം കൊണ്ട് എത്രമാത്രം വന്നു? MI ഉത്സവം ലാസ്റ്റ് കഴിയുമ്പോൾ സീസൺ 5 ഓൾറെഡി കഴിഞ്ഞു. ആ സീസൺ 5 ഞാൻ 4 മാസം കൊണ്ട് 4 മാസത്തെ ഒരു ക്രൈറ്റീരിയ വെച്ച് ഓടിയിട്ട് 3 കോടി രൂപയുടെ ബിസിനസ്സാണ് 4 മാസം കൊണ്ട് ഉണ്ടാക്കിയത്. 3 കോടി രൂപയുടെ ബിസിനസ്, അതായത് ഒരു NTC പറക്കാനുള്ള ബിസിനസ് എനിക്ക് കിട്ടിയത് വെറും 3 മാസം കൊണ്ടാണ്. അത് ഇത്തരം പ്രോഗ്രാം കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാമിനൊക്കെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. അതിനുള്ള കോൺഫിഡൻസ് കിട്ടും. പല ടീമിൻ്റെ അകത്തു ഒരു STCയോ RTCയോ NTCയോ ഒക്കെ കൃത്യമായി പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് വലിയൊരു എക്സ്പാൻഷനിലേക്കാണ് പോകാൻ പോകുന്നത്. പെർഫോമൻസ് ബോണസ് അടിച്ച ആളുകളെയും, അതേപോലെ തന്നെ ചാമ്പ്യൻ എന്ന് പറയുന്ന ലെവലിലുള്ള, അതേപോലെ മിനി സീലിംഗ് അച്ചീവേഴ്സ് ഉണ്ടാക്കിയ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ഇന്ന് ഏതാണ്ട് 60-80 മേലെയായി.
STC പോലെ ലീഡർമാർ എനിക്ക്. അതേപോലെ RTC ലീഡർമാർ സ്ട്രോങ് പില്ലറായി. അതേപോലെ അവരുടെ വേര് സ്ട്രോങ് ആയി. NTCൻ്റെ വേര് സ്ട്രോങ് ആയി. CTCൻ്റെ വേര് സ്ട്രോങ് ആയി. ഇന്ന് ITCയിലേക്ക് എത്തി. ഇന്ന് ശൈലേഷ് ബാൽ എന്ന് പറഞ്ഞ ഞാൻ ഇന്ന് സീലിംഗ് അച്ചീവറായി, കാർ അച്ചീവറായി, നല്ല വീട് വെച്ചു. അതേപോലെ തന്നെ ഇന്ന് അടുത്ത കാറ് വാങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എനിവേ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതാണ് ഈ ബിസിനസിന്റെ നട്ടെൽ എന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾ ഈ ഇത്തരം പ്രോഗ്രാമിനെ കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ ടീമിനെ പരമാവധി ആളുകൾ ആത്മവിശ്വാസം ഉണ്ടാക്കണം. അവരൊക്കെ സെൽഫ് കോൺഫിഡൻസ് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ റൂട്ട് സ്ട്രോങ് ആവും. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ആളുകളുടെ വിഷൻ മാറ്റണം, കാഴ്ചപ്പാട് മാറ്റണം, ഗോൾ സെറ്റിംഗ്സ് മാറ്റണം, എല്ലാം മാറ്റിയെടുക്കണം. അതിനെ ഈ കൃത്യമായിട്ട് പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കണം. എക്സൈറ്റ്മെന്റ് മാക്സിമം ടീമിൽ ഉണ്ടാക്കിയെടുക്കണം. മോട്ടിവേഷൻ, ആക്ഷൻ ഇടാനുള്ള പ്രേരണയാണ് മോട്ടിവേഷൻ. അച്ചീവ്മെന്റ് തുരുതുരാ വരണം. അതുകൊണ്ട് എക്സൈറ്റ്മെന്റും മോട്ടിവേഷനും അച്ചീവ്മെന്റും കൊടുക്കുന്ന പ്രോഗ്രാമാക്കി നമ്മളുടെ ഈ പ്രൊമോഷൻ പ്രോഗ്രാമിനെ നമുക്ക് മാറ്റണം. അത് കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം. ഗോൾ സെറ്റിംഗ്സുകളും ടാർഗറ്റുകളും കൃത്യമായ രീതിയിൽ വെച്ച് തുടങ്ങണം. അതിനെ കൃത്യമായി അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി ബേസ് റൂട്ട് ലെവൽ വർക്കുകൾ കൃത്യമായി നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ശൈലേഷ് ബാൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, ITC എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ എനിവേ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ലാസ്റ്റിലത്തെ ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ പോയിന്റ് ഇങ്ങനെയാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന പ്രൊമോഷണൽ പ്രോഗ്രാം ആദ്യത്തെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പ്ലാനിങ് ഇതിന് പിന്നിൽ നടത്തിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിൽ കൃത്യമായ പാസുകൾ ഇപ്പൊ തന്നെ ഒരു 100 രൂപയാണ്. എത്ര ഫീസാറ് അവിടുത്തെ എൻട്രി ഫീസ്? 100 രൂപ. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാനൊരു പ്രതീക്ഷ ഏട്ടൻ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ പ്രതീക്ഷ ഏട്ടൻ ഇതിനകത്ത് ഈ പറയുന്ന പ്രോഗ്രാം എങ്ങനെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ, എനിക്കൊരു ചെടിയുണ്ട്. ആ ചെടി സാറ് പറഞ്ഞു ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് പഴത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ വേരിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളെ വീട്ടിലുള്ള കവുങ്ങായിക്കോട്ടെ, വാഴയായിക്കോട്ടെ, അല്ലെങ്കിൽ തെങ്ങായിക്കോട്ടെ, അതിന് വളമിടാനുള്ള പൈസയാണ് ഇപ്പം നമ്മൾ കണ്ടെത്തേണ്ടത്. ക്ലിയർ ആയോ? അതുകൊണ്ട് നമ്മളിപ്പോൾ ദാരിദ്ര്യം ഉണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ പണി ചെയ്യണം. ഒരു കർഷകന്റെ മനോഭാവത്തോടു കൂടി ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം മുടക്കുന്ന ഈ 100 രൂപ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് സ്ട്രോങ് ആക്കാൻ, നല്ല ഫ്രൂട്ട് പറിക്കാൻ. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെയും നിങ്ങളുടെ ടീമിലുള്ളയും ആളുകളുടെ 100 രൂപ കളക്ട് ചെയ്ത് ഓരോരോ STC എൻ്റെ അബോവ് ലീഡർമാരും കൃത്യമായി അത് പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന രീതിയിൽ ശ്രീധരൻ സാറിന് അത് കൃത്യമായി ഏൽപ്പിച്ച് ആ പ്രോഗ്രാമിന് കൃത്യമായി പാസുകൾ എൻട്രി വെക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു 1000-1200 ആളുകൾക്കാണ് സ്റ്റാൻഡിങ്ങും സിറ്റിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം 800 സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ അവിടെ ഉള്ളൂ, 800 ഉള്ളൂ. ഒരു 10-200 ആളുകൾ അഡീഷണൽ കയറ്റുകയാണെങ്കിൽ തന്നെ കൺജസ്റ്റഡ് ആവും, നിങ്ങൾക്ക് അറിയാം. എന്നാലും പ്രൊമോഷൻ പ്രോഗ്രാം അല്ലേ, മാക്സിമം നടക്കട്ടെ. അതുകൊണ്ട് ഒരു 1000 ആളുകളെ നിങ്ങൾ കണ്ടാൽ മതി. മാക്സിമം 1200 വരെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല, അങ്ങോട്ട് പോകാനും സ്ഥലം ഉണ്ടാവില്ല. എന്തായാലും ആ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ആളുകൾ വേണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എന്തായാലും ആ പ്രോഗ്രാമിനെ ഞാനും കൃത്യമായി ഉപയോഗിക്കും, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞു തരുന്ന ഞാനും ഇതിനെ കൃത്യമായി ഉപയോഗിക്കും, കേൾക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മളിടയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇതിന്റെ ഭാഗമായി നടക്കും. കാരണം എന്താണ്, മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനാണ്, ടീം ടീമിനെ വർക്ക് ചെയ്യുന്നതിനാണ് രാജാവ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മാക്സിമം കൃത്യമായി ഇതിനെ ഉപയോഗിക്കുക. 100 രൂപയുടെ പാസ് ഇപ്പം തന്നെ ബുക്ക് ചെയ്യുക. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ക്ലോസ്ഡ് ബോർഡ് വെക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എനിവേ എനിക്കിന്ന് സംസാരിക്കാൻ അവസരം തന്ന സാറിനും ഇനി സംസാരിക്കാൻ പോകുന്ന എല്ലാ ലീഡേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.